കരിയറിൽ 1000 ഗോളെന്ന ചരിത്ര നേട്ടത്തിലേക്ക് കുതിക്കുന്ന ഫുട്ബോൾ ഇതിഹാസങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും അന്താരാഷ്ട്ര ഫുട്ബോളിൽ എത്ര കാലം തുടരും? ലോകകപ്പിന് ശേഷം ഇരുവരുടെയും കരിയർ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. രണ്ടു പതിറ്റാണ്ടിലേറെയായി ലോക ഫുട്ബോൾ ഭരിച്ച രണ്ട് ഇതിഹാസങ്ങൾ, ക്രിസ്ത്യാനോ റൊണാൾഡോയും ലിയോണൽ മെസ്സിയും. ആ സുവർണ കാലത്തിന് തിരശ്ശീല വീഴാൻ ഇനി അധിക നാളില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 2026 ലോകകപ്പിന് ശേഷം ഇനി മറ്റൊരു ലോകകപ്പിൽ കളിക്കില്ലെന്ന് റൊണാൾഡോ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. റൊണാൾഡോ ഇനി പോർച്ചുഗീസ് ജേഴ്സിയിൽ ഇറങ്ങുന്ന മത്സരം വിരമിക്കൽ മത്സരമാകുമോ എന്ന ആശങ്കയിലാണ് ആരാധകർ. ആയിരം ഗോളെന്ന ചരിത്ര നേട്ടത്തിൽ നിന്ന് വെറും 24 ഗോളുകൾ മാത്രം അകലെ നിൽക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. 976 കരിയർ ഗോളുകളാണ് റൊണാൾഡോ രാജ്യത്തിനും ക്ലബിനുമായി ഇതുവരെ നേടിയത്. ക്ലബിനും രാജ്യത്തിനുമായി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ഫുട്ബോൾ താരമെന്ന റെക്കോർഡും പോർച്ചുഗീസ് സൂപ്പർ താരത്തിന്റെ പേരിലാണ്. എന്നാൽ 41കാരനായ റോണോ ഇനിയും അന്താരാഷ്ട്ര ഫുട്ബോളിൽ തുടരുമോ എന്ന് വ്യക്തമല്ല. നേഷൻസ് ലീഗിൽ സെപ്റ്റംബർ 24-ന് വെയിൽസിനെതിരായ മത്സരം അവസാന രാജ്യാന്തര മത്സരമാകുമെന്നാണ് സൂചന. കരിയർ ആരംഭിച്ച സ്പോർട്ടിംഗ് ലിസ്ബണിന്റെ ഹോം ഗ്രൗണ്ടിൽ റോണോയ്ക്ക് രാജകീയമായ വിടവാങ്ങൽ മത്സരം ഒരുക്കാൻ പോർച്ചുഗൽ ഫുട്ബോൾ തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ട്. എന്നാൽ 1000 ഗോളെന്ന സ്വപ്നം ബാക്കിയുള്ളതിനാൽ ക്ലബ് ഫുട്ബോളിൽ റോണോ തുടരും. അൽ നസറുമായി 2027 ജൂൺ 30 വരെ താരത്തിന് കരാറുണ്ട്. ഒരു കിരീടം കൂടി രാജ്യത്തിനൊപ്പം സ്വപ്നമെങ്കിൽ നേഷൻസ് ലീഗിൽ തുടരാനും സാധ്യത. മറുവശത്ത് 919 കരിയർ ഗോളുകളുമായി ലിയോണൽ മെസ്സിയും 1000 ഗോളെന്ന സ്വപ്നത്തിലേക്ക് മുന്നേറുകയാണ്. ചരിത്ര നേട്ടത്തിലെത്താൻ അർജന്റീൻ നായകന് ഇനി 81 ഗോളുകൾ കൂടി വേണം. ലോകകപ്പിന് ശേഷം മെസ്സി അർജന്റീനയ്ക്കായി തുടരുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. മെസ്സിയുടെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് പരിശീലകൻ ലിയോണൽ സ്കലോണി വികാരധീനനായതും ചർച്ചയായിരുന്നു. ഇന്റർ മയാമിക്കൊപ്പം വീണ്ടും ക്ലബ് ഫുട്ബോളിലേക്ക് മടങ്ങാനൊരുങ്ങുകയാണ് മെസ്സി. കഴിഞ്ഞ ദിവസം തന്റെ നാടായ റൊസാരിയോയിലെ 4ാം ഡിവിഷൻ ക്ലബിന്റെ മത്സരം കാണാൻ മെസ്സി നേരിട്ടെത്തിയതും ളം